തിരുവനന്തപുരം, പുതുശ്ശേരി, വകയാർ, നാരായണമൂഴി, വെണ്ണിക്കുളം, മടത്തുംഭാഗം. ഈയിടെ എന്നോടൊരാൾ പറഞ്ഞു, അദ്ദേഹം താമസിക്കുന്നത് വെൺമണിയിലാണ്. വെൺമണി രാത്രിയിൽ കോടുകുളഞ്ഞിൽ ബസ് ഇറങ്ങിയിട്ട് വെൺമണിയിലേക്ക് നടക്കുകയാണ്. വെൺമണിയിലേക്ക് അന്ന് അധികം ബസ്സുകൾ സന്ധ്യ കഴിഞ്ഞാൽ ഇല്ല. കുറ്റാക്കുറ്റി ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം റോഡിന്റെ ഇരുവശങ്ങളിലും സന്ധ്യയ്ക്ക് കേൾക്കുന്ന ക്രിസ്തീയ കീർത്തനങ്ങൾ, ധ്യാന കീർത്തനങ്ങൾ. ഒരു വീട്ടിലെ പാട്ട് കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ പാട്ട്. എൻ്റെ വീട്ടിൽ ചെല്ലുന്നത് വരെ ഇരു സൈഡിലെയും വീടുകളിൽ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ പേടിയില്ലാതെ കടന്നുപോയത് എന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ വളരെ അഭിമാനത്തോടെ പറയാം, ഒരു അച്ഛനായിരിക്കുന്ന എൻ്റെ അമ്മയുടെ കണ്ണീരാണ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്ന് പറയുന്ന സാക്ഷ്യം പറയുന്ന പല അച്ഛന്മാരെയും ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞതെന്താണ്, ഇവിടെ സ്റ്റേജിലിരിക്കുന്ന എന്നേക്കാൾ സീനിയറായ അങ്കിളുമാരുൾപ്പെടെ നമ്മൾ സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ ഒഴിയൊക്കെ നമ്മൾ ഒരു ദിവസം എന്തോ കഴിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈവർ ചോദിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ളത് പ്രാർത്ഥന ആരാണ് പ്രാർത്ഥിച്ചത്? മകനാണോ മകളാണോ കൊച്ചുമക്കളാണോ പ്രാർത്ഥിച്ചത്? ഞാൻ ഇന്ന വീടൊക്കെ ഒരു BBSന്റെ ഫൈനൽ ഡേയിൽ എൻ്റെ ഇടവകയിലുള്ള കുട്ടികളോട് ഞാൻ പറഞ്ഞു, അവധിക്കാലങ്ങളിൽ ചില ഹോംവർക്ക് ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ അയൽവക്കത്തെ 5 വീടുകളിൽ പല വിധത്തിലും പിന്നോക്കമായിരുന്നു. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി. നല്ല വഴിയില്ല, നല്ല കെട്ടിടങ്ങളില്ല, ഇതൊക്കെ കേട്ടയാളാണ് ഞാൻ. പക്ഷേ അന്ന് വേറൊന്നുണ്ടായിരുന്നു. ഇന്ന് സമൃദ്ധിയുണ്ട്, പരിഷ്കാരമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ അന്നുണ്ടായിരുന്നത് ഇന്നില്ല. അന്ന് ഇല്ലായ്മയിലും ഉണ്ടായിരുന്ന ഒരു സമാധാനം, ഒരു സന്തോഷം ഇന്ന് ഈ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലും ഇല്ല എന്നുള്ളതാണ് സത്യം. അനുസരണമില്ലാത്ത മക്കൾ കുടുംബത്തിന് ശാപമാണ്. സ്നേഹമില്ലാത്ത അമ്മ കുടുംബത്തിന് ശാപമാണ്. കുടുംബാംഗങ്ങളെ വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത അമ്മ കുടുംബത്തിന് ശാപമാണ്. അതുകൊണ്ട് ഇന്ന് ഈ അപജയങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
ശുഭമാണ്, മനോഹരമാണ് എന്ന് ദാവീദ് പറയുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു. ശുഭം എന്ന വാക്കിന് രണ്ടർത്ഥവുമുണ്ട്. ഒന്ന്, എല്ലാ ദൈവവും പണ്ടത്തെ ഈ സത്യൻ്റെയും പ്രേമസിനും പറ്റിയ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അവസാന ശുഭം അതോടുകൂടി എല്ലാം തീരുന്നുള്ളതാണ്. അതെനിക്ക് കാണിച്ച തീർന്ന പരിപാടി അങ്ങനെയാണ്. പറ്റേക്കിൽ പണിയും, രണ്ടാം നിലയിൽ റൂമും കൂടെ പറ്റേക്കിൽ പണിയുന്നതാണ്. അപ്പോൾ അതിന് 1 കോടി രൂപ നമ്മളിപ്പോൾ ഈ വർഷം ചെലവ് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോ കുടുംബങ്ങളും ട്രസ്റ്റാണ് മഹാകുടുംബം ആർജിക്കുന്ന എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്യുന്ന മകരമറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൽ അംഗമായെങ്കിൽ മാത്രമേ ഈ കുടുംബയോഗത്തിൻ്റെ ആസ്തികളിൽ മേൽ നമുക്ക് അവകാശം ഉണ്ടാവുകയുള്ളൂ. മഹാകുടുംബത്തിൽ അംഗമായെങ്കിൽ മാത്രം എന്നെ ഏൽപ്പിച്ച ഉദ്യോഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പകലവട്ടം വടക്കൻറോഡ് കുടുംബ യോഗത്തിന് ഇടത്തിൽ എല്ലാ കുടുംബയോഗങ്ങളുടെയും വാർഷിക സമ്മേളനങ്ങളിൽ ഭാരവാഹികൾ പങ്കെടുക്കാറുണ്ട്. കുടുംബത്തിലേക്ക് പ്രതിനിധികളെ അയക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞ ഞങ്ങൾ 10 പേര് ഇവിടെ ഹാജരായിട്ടുണ്ട്. ഈ മഹാകുടുംബയോഗത്തിൻ്റെ കോളേജ് സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വളരെ അത്യുന്നതിയിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരായിരുന്നു ഡോക്ടർ യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്ത, കർദിനാൾ ബെസേലിയസ് ക്ലീമീസ് കാതോലിക്ക ബാവ, വായിക്കാൻ വേണ്ടിയാണ് ജോൺ സാറിനെ ക്ഷണിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ കോപ്പി നമ്മളെല്ലാം വീടുകളിൽ തന്നു നിങ്ങൾക്ക്. അത് വായിക്കാൻ ഒത്തിരി സമയമെടുക്കും. നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓരോ പേജിൽ വായിച്ച ഹെഡിങ് പറഞ്ഞ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു സന്ദർശനമുണ്ടായിരുന്നു. പിന്നെ പകലോ മറ്റ് മഹാകുടുംബയോഗ ട്രസ്റ്റ് മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചന പറഞ്ഞു. എൻഡോൺമെൻറ്റ് ഫണ്ടിനെ പറ്റി പറഞ്ഞു. അത് നമുക്ക് 2023-24 വർഷത്തെ വരവ് ചെലവ് കണക്ക് വരവ് 70% വെക്കുന്നില്ല. എല്ലാം 99 കിട്ടുമ്പോൾ റിലവൻസിലില്ല. അപ്പോൾ 2 ആപ്ലിക്കേഷനേ വന്നുള്ളൂ. ഒന്ന് റിയ മറിയം തോമസ് ഇടത്തിൽ, ഹന്ന
ഷീബ, ഏഞ്ചല, ഏഞ്ചല ആൻ, വടക്കേന്റെ കുടുംബാംഗം റെപ്രസെന്റേറ്റീവായിട്ട് ലാലിയാണ്ടി. വടക്കേന്റെ കുടുംബശാല ഗ്രൂപ്പ്സ് ഓഫ് ഓർഗനൈസേഴ്സ് നടന്നു. അതോടുകൂടി ഒരു സന്തോഷമാണ് ഇന്നിവിടെ ഈ ഫോട്ടോ എടുക്കുന്നത് മുഴുവൻ ചെലവും റാണിയാണ് വഹിക്കുന്നത്. കുടുംബത്തിനുള്ള അഗൈതമായ നന്ദി റാണിയോട്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നത് വളരെ അനുഗ്രഹപ്രദം തന്നെയാണ്. കാരണം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊർജ്ജപ്പെടുത്തുവാനും ഒരു പുതിയൊരു ബോണ്ടേജ് കൊടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം വളരെ ഭംഗിയായി ഇതിനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലോട്ട് കടന്നുകൊള്ളട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിച്ച ശ്രീമാൻ തോമസ് ജോൺ കെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. തൻ്റെ പ്രായമൊക്കെയും മറന്ന് അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട് തന്നെ ഒരു കൊച്ചു പൈതലിനെ പോലെ തന്നെ അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ എല്ലാ ദൗത്യങ്ങളും അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ റെസ്പോൺസും ഭംഗിയായിട്ട് നിർവഹിച്ചു. അദ്ദേഹത്തോടുള്ള സ്നേഹവും നന്ദിയും ഈ മഹാവൈഭവത്തിൻ്റെ സ്നേഹം നന്ദി അറിയിച്ചുകൊള്ളുന്നു. രണ്ടാമതായിട്ട് നമുക്ക് നല്ലൊരു ദൂത് തന്ന റവറൻഡ് ഈശോ മാത്യു അച്ഛനെയുള്ള സ്നേഹം നന്ദിയും അറിയിക്കുകയാണ്. വളരെ സമയമെടുത്ത് അദ്ദേഹം നല്ലൊരു മെസ്സേജ് നമുക്ക് തന്നു. അദ്ദേഹത്തിനുള്ള സ്നേഹം നന്ദി അറിയിച്ചോട്ടെ. മൂന്നാമതായി വളരെ ഏതാണ്ട് 90 വയസ്സുള്ള നമ്മുടെ PC ചാക്കോസ് ഇത്രയും ദൂരം താണ്ടി അദ്ദേഹം വന്ന് ഈ കുടുംബയോഗത്തെക്കുറിച്ചുള്ള ഒരു നല്ലൊരു വിവരണം തരുവാനും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനും അദ്ദേഹത്തെ സാധിച്ചു. ഈ ഒരു ക്ഷീണാവസ്ഥയിൽ അദ്ദേഹം വന്ന് നമ്മളോട് സംബന്ധിച്ചുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ട്രഷറായിട്ട് വന്ന മിസ്റ്റർ ടി എ മാത്യു ആണ്. അദ്ദേഹവും ഈ വളരെ ദൂരം താണ്ടി വന്ന് നമ്മളോടൊപ്പം വന്ന് നല്ലൊരു ദൂത് തരാൻ തന്നെ സാധിച്ചു. അദ്ദേഹത്തോടുള്ള സ്നേഹം നന്ദി അറിയിക്കട്ടെ. അടുത്തതായി നമ്മുടെ ഈ ഇടവകയിലെ വികാരി റവറൻഡ് ജ്യോതിഷ് സാം, ഇറ്റ് വാസ് എ കോഇൻസിഡൻസ്. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഈ യോഗത്തിൽ വന്ന് നമുക്ക് നല്ലൊരു ദൂത് വരാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം ശോഭ തന്നു. ഒരു നല്ല ഉണർവ് കിട്ടിച്ചു. അദ്ദേഹത്തോടുള്ള സ്നേഹം നമ്മൾ അറിയിച്ചു കൊടുത്തെ. അടുത്തതായി മിസ്റ്റർ സാംകുട്ടി താഴമൺ വളരെ പ്രാഗൽഭ്യത്തോടുകൂടി നല്ലൊരു
ആശംസ അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിനോട് നന്ദി അറിയിച്ചോട്ടെ. അടുത്തതായി നമ്മുടെ എല്ലാം ഒരു സീനിയർ മെമ്പറായ അഡ്വക്കേറ്റ് ജോൺ ഫിലിപ്പോസ് ആണ്. അദ്ദേഹം ആശംസ അറിയിച്ചു. അദ്ദേഹത്തോടുള്ള സ്നേഹം നന്ദി അറിയിച്ചോട്ടെ. അടുത്തതായിട്ട് മിസ്റ്റർ ജേക്കബ് മാത്യു, സെക്രട്ടറി മുല്ലശ്ശേരി, അദ്ദേഹത്തിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാത്തിനും എല്ലാ വിജയത്തിൻ്റെ പുറകിൽ ഒരാൾ അതാണ് നമ്മുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി മിസ്റ്റർ കെ എം ജോൺ. അദ്ദേഹത്തിൻ്റെ ഈ തുടർന്നുള്ള പ്രവർത്തനവും ഈ യോഗം ഇത്രയും ഭംഗിയായി ഒന്ന് കൾമിനേറ്റ് ചെയ്യുവാനും അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ പ്രിയതമ ബെറ്റർ ഹാഫ്, അവരോടുള്ള നന്ദിയും പ്രത്യേകം ഈ അവസരത്തിൽ ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി എൻ്റെ ഒരു സീനിയർ ഓഫീസറാണ് സ്ക്വാഡ്രൺ ലീഡർ TC മാത്യു ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായി ഈ അവസ്ഥയിലും ഈ ഒരു പ്രായത്തിലും ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു ഉണർവ് തരാൻ അദ്ദേഹം വന്നതിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. എല്ലാത്തിനും ഉപരിയായി ഈ പ്രോഗ്രാം ഇങ്ങനെ ഇവിടെ ഓർഗനൈസ് ചെയ്യുവാൻ വേണ്ടി തുടക്കം മുതലേ ഞങ്ങൾ പുനലൂരിൽ വെച്ചൊരു കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിരുന്നു. അവിടെ വെച്ചെടുത്തൊരു തീരുമാനം, ആ തീരുമാനത്തിൽ വളരെയായിട്ട് ഈ പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ ജോബി ആൻഡ് ഈസ് ബെറ്റർ ഹാഫ് ബിൽട്ടി. ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ പ്രോഗ്രാം പല പ്ലാറ്റ്ഫോമിലും ഇട്ട് ഇത്രയും വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ മാപ്പ് ഇടുന്നു, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് തരുന്നു, മെസ്സേജ് എല്ലാം തന്ന എല്ലാ വ്യക്തികളും കൂടുതൽ നമ്മുടെ ഒരു സ്ട്രെങ്ത്, ഒരു സാന്നിധ്യം, നമ്പർ ഇവിടെ കാണണം എന്നുള്ള ഒരു ആഗ്രഹപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജോബി. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അദ്ദേഹം നല്ലൊരു ഫ്ലെക്സ് ഒക്കെ അവിടെ വെച്ചു. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടു. നമ്മുടെ റൂട്ട്സ് ഒക്കെയും കറക്റ്റായിട്ട് ഇട്ട് തന്ന് ഇത്രയും വിജയിപ്പിക്കാനും വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മൾ വന്ന സമയം മുതൽ ഷീ ജസ്റ്റ് എക്സ്റ്റെൻഡഡ് ദി മാക്സിമം ഹോസ്പിറ്റാലിറ്റി ഔട്ട് ഹിയർ. എല്ലാം ഒരു നല്ലൊരു മര്യാദയാണ്, ഒരു ആതിഥേയ മര്യാദയാണ് അവരിവിടെ കാണിച്ചത്. ഇടയ്ക്ക് ട്രാഫിക് പോലീസിന്റെ പണി ചെയ്യുന്നു, ഇവിടെ വരുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ തരുന്നു. അതുപോലെ ഞാൻ തുടക്കം മുതൽ ഒബ്സർവ് ചെയ്യുകയാണ്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ അവർക്ക് സാധിച്ചു. ആ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ മഹാകുടുംബയോഗത്തിന് അറിയിച്ചു കൊള്ളട്ടെ. അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ മിസ്റ്റർ ജെയിംസ്, വളരെ അദ്ദേഹത്തിന്റെ പ്രായം എന്തുവാണെന്ന് എന്നാലും എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പമാണെന്ന് തോന്നുന്നു. അതൊന്നുമില്ല, ഒന്നും ആയിട്ടില്ല, സീനിയർ സിറ്റിസൺ ആയിട്ടില്ല, എങ്കിലും വളരെ ഊർജ്ജസ്വലനായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ അദ്ദേഹം നമ്മോട് സഹകരിച്ചു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ബ്രദേഴ്സ് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു കമ്പൈൻഡ് എഫോർട്ടാണ്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് വളരെയധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ യു മസ്റ്റ് ബി കേഴ്സിംഗ് മീ, നിങ്ങളെല്ലാവരും എന്നെ ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ കുടുംബത്തോടുള്ള പ്രത്യേക നന്ദി, അദ്ദേഹത്തിൻ്റെ വൈഫും കുഞ്ഞുങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച ഏഞ്ചൽ ആൻഡ് എബ്രഹാം and Angela Sarah Abraham, പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയും നിറഞ്ഞ ഞങ്ങൾ സ്വർഗീയ നല്ല കർത്താവേ, ഈ മധ്യാഹ്ന വേളയിൽ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് തലകളെ വണക്കൊണ്ടുന്ന സാവകാശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ, വടക്ക് നിന്നും തെക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കടന്ന് ഞങ്ങളെ കൂട്ടിവരുത്തിയ ഈ നന്മയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് ഞങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച ഈ കുട്ടി കുടുംബത്തോട് ഞങ്ങൾ കർത്താവെ നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവെ, നീ കരുതുന്ന കരുതലിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കരുതുവാൻ തക്കവണ്ണം നിന്റെ ഭണ്ഡാരത്തിൽ ധാരാളമുണ്ട്. അത് ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങൾക്ക് മതിയാവോളം തരുവാൻ തക്കവണ്ണം നീ എൻ്റെ ഭണ്ഡാരം ഞങ്ങളുടെ മേൽ നിന്ന് തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് ഇന്ന് കേട്ട വചനങ്ങൾ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത്ര ശുഭകരം എന്ന് കർത്താവെ ഞങ്ങൾ കേട്ടല്ലോ. ആ ശുഭകരമായ ആ നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിക്കൊള്ളുമാറാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ഇന്ദ്രിയ ജയത്തിലൂടെ കർത്താവെ ഞങ്ങൾക്ക് നേടുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ, കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ കടന്നു പോകട്ടെ നാഥ, നിന്റെ കൃപ ഞങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു.
നിന്റെ കരുതലും കാവലും ഞങ്ങൾ അനുഭവിപ്പാൻ തക്കണം. ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിച്ചാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ വന്നു കൂടപ്പെട്ട എല്ലാവരെയും നിന്റെ പാദമെടുത്ത് ഞങ്ങൾ സമർപ്പിക്കാം. വാർദ്ധക്യത്തിനായിരുന്നവർ പോലും കർത്താവെ എന്നെ കൂടെ കടന്നു വരുവാൻ, ശരീര സുഖങ്ങളില്ലാതിരുന്നവർ പോലും ഇവിടെ കടന്നു വരുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. അതിനായി നീ ഞങ്ങളെ ഒരുക്കി. നിന്റെ തിരുകൃപ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അതിന് നന്ദിയോടുകൂടി നിന്നെ സ്തുതിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തിക്കാം. അൻപുള്ള രക്ഷയുടെ നാമത്തിലൂടെ അടിയന്റെ യാചനയെ അവന് കേൾക്കുമാറാകണമേ.